തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് യുഎസിന്റെ പുതിയ ഭൂപ്രദേശമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്വന്തം സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഹോർമുസിനെ അമേരിക്കയുടെ ഭാഗമായി ചിത്രീകരിക്കുന്ന മാപ്പും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ട്രംപ് സമാനമായി മാപ്പ് പങ്കുവച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് ഉടൻ തന്നെ യുഎസ് പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. വൈകാതെ തന്നെ താൻ ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ അധീനതയിലുള്ള പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നും ട്രംപ് പറയുന്നു. എന്നാൽ അമേരിക്കയുടെ വാദം തള്ളിക്കൊണ്ട് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ നിബന്ധനകൾ യുഎസ് അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. അമേരിക്കൻ നാവിക ഉപരോധം നീക്കുക, എണ്ണ വ്യാപാരത്തിന്മേലുള്ള ഉപരോധം പിൻവലിക്കുക, വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ വിട്ടുനൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ ഉന്നയിച്ചിട്ടുള്ളത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള അമേരിക്കയുടെ കഴിവില്ലായ്മയും അതിന്റെ ഉടമസ്ഥത അവകാശപ്പെടാനുള്ള ശ്രമവും തമ്മിലുള്ള അന്തരം വാഷിംഗ്ടണും കടലിടുക്കും തമ്മിലുള്ള 7000 മൈൽ ദൂരത്തേക്കാൾ വലുതാണെന്നായിരുന്നു ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയുടെ പരിഹാസം. ഹോർമുസ് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ട്രംപ് ഭരണകൂടം. അതേസമയം അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം നീക്കങ്ങളുമായി സഹകരിക്കുന്ന അയൽ രാജ്യങ്ങളെ ശത്രുക്കളായി കാണുമെന്നും മേഖലയിലെ അവരുടെ താൽപര്യങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ശക്തമായ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുഎസിന്റെ സാമ്പത്തിക യുദ്ധത്തിൽ പങ്കുചേരരുതെന്ന് തങ്ങൾ എല്ലാ അയൽ രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ടെന്നും അല്ലാത്ത പക്ഷം അവരെ തങ്ങൾ ശത്രുക്കളായി കാണുമെന്നുമാണ് പ്രഖ്യാപനം. ഇറാനുമായുള്ള ബന്ധം തുടരുന്ന ഏത് രാജ്യത്തിനും കനത്ത സാമ്പത്തിക തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാനാണ് തങ്ങൾ ആദ്യം ശ്രമിക്കുന്നതെന്നും 3 ഘട്ടങ്ങളായുള്ള ഒരു പ്രാദേശിക തന്ത്രമാണ് ഇറാൻ ഇതിനായി ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുഹസിൻ റസായി പറയുന്നു. ആദ്യം തങ്ങൾ ചർച്ച നടത്തുമെന്നും പിന്നാലെ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ നിന്ന് അവരെ സൗഹൃദപരമായി വേർപെടുത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുഎസിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പുനരാലോചന നടത്താൻ സമയം നൽകുമെന്നും എന്നാൽ 3ാം ഘട്ടത്തിൽ ഈ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.